ആഷിഫ. ആഷിഫ. അർച്ചന. അർച്ചന. മുഫ്ലിഹ. 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 ഫിദ. ഫിദ. ഫിദയും ഇതൊക്കെ കേട്ടിട്ടുണ്ട്. മുഫ്ലിഹ. മുഫ്ലിഹ അറബിക്ക് നെയ്മാണ്. എന്താ അതിന്റെ അർത്ഥം? എന്താ? വിന്നർ. വിന്നർ. ആഹാ. എന്ത് ചെയ്യും എല്ലാവരും? പഠിക്കുക. പഠിക്കാൻ. അതല്ല ചോദിച്ചത്, ഇതിനാ പഠിക്കണേന്ന്. ഇനി പി ജിയിലോട്ട് ഡിഗ്രി കഴിഞ്ഞു. എംകോം. ഓ നമുക്ക് ടീച്ചറാ. ടീച്ചറാണ്. എനിക്ക് തോന്നി അതൊരു ഇവരുടെ എംകോം. നിങ്ങളുടെ തന്നെ ടീച്ചറാണോ? ചേച്ചിയാണല്ലേ. ആ നിങ്ങളുടെ കൂട്ടത്തില് നല്ലോണം തമാശ പറയണ ആരാ? ആ അങ്ങനെയാണെങ്കിൽ ചോദ്യങ്ങളൊക്കെ മാറ്റി വെക്കാൻ ഞാൻ നല്ലൊരു തമാശ പറഞ്ഞ ഒരു ഫലൂദ ഫ്രീയ. ഇപ്പൊ ഓട്ടോമാറ്റിക്കിലേക്ക് ഇട്ടാ മതി, മാനുവൽ മാറ്റിക്കളാം. നല്ലൊരു സാധനമായിരുന്നില്ലേ ഞാൻ പറഞ്ഞത്? അയ്യന്റെ മോനെ. ഇത് പറയട്ടെ, നമ്മുടെ പില്ലർ റോക്ക്. പറയാം, കോമഡി ഉണ്ടോന്ന് അറിയില്ല. ഞങ്ങളിങ്ങനെ കൊടൈക്കനാൽ ഇപ്രാവശ്യം ടൂർ പോയായിരുന്നു. മനിതർ ഉണർന്നുകൊള്ള, ഇത് മനിത കാതൽ അല്ല. അപ്പൊ ഞങ്ങള് പില്ലർ റോക്ക് എന്നൊരു സ്ഥലം കാണാൻ വേണ്ടി നിന്നായിരുന്നു. കുറെ നോക്കുമ്പോ കുറെ പിള്ളേര്, ഒരു 7-8 പഠിക്കുന്ന പിള്ളേര് ജസ്റ്റ് ഇങ്ങനെ തട്ടിമുട്ടി അവന്മാരൊക്കെ നടന്നു പോണ്. അപ്പൊ കുറെ നേരം ഞങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കണേ. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു എന്തെങ്കിലും ഡ്രസ്സിന്റെ കാര്യം എന്തെങ്കിലും പറയുകയൊക്കെ ചോദിച്ചു. അപ്പൊ പയ്യെ വന്ന് 5 അർച്ചന. ഇതാണ് നമ്മുടെ കഥയിലെ കഥാപാത്രം. 5 അർച്ചന. ഞങ്ങളാണ് ഇപ്പൊ ഇതിൽ മൂത്തത്, ഞങ്ങളാണ് PG കഴിയാറായത്. അപ്പോ ആ പയ്യൻ അവിടെ 7-8 പഠിക്കുന്ന പയ്യൻ വന്നിട്ട് അർച്ചനയോട് ചോദിച്ചു ഇൻസ്റ്റഗ്രാമിൽ ഉണ്ടോന്ന്. അതെ, റേഷൻ കാർഡ്. സംഭവം എന്ന് വെച്ചാല് അവളാണ് ഏറ്റവും മൂത്തത്. എന്നിട്ട് അവളോട് തന്നെ വന്നിട്ട് പ്രപ്പോസ് ചെയ്തത്. ഞങ്ങൾക്ക് അത് ആ ഒരു ദിവസം പൊള്ളിച്ചിരിക്കാനുള്ള ഒരു സംഭവമായിരുന്നത്. എന്തോ കമന്റ് പറയൂട്ടോ തമാശക്ക്. ഒന്നും പറയില്ല. ഏതാ സോപ്പ് ഏതാ ഉപയോഗിക്കണേ? ബ്യൂട്ടി സോപ്പ് ഉപയോഗിക്കാത്തതാണ് ഞങ്ങളുടെ ചർമ്മത്തിന്റെ രഹസ്യം. അല്ല, എന്നിട്ട് ഇൻസ്റ്റാഗ്രാം ഐഡി കൊടുത്തായിരുന്നു? കൊടുത്തില്ലേ? പാവത്തിന് ഡിപ്രഷൻ പഠിക്കുന്ന കുട്ടിയാണ് മോനെ. അതല്ല, എവിടെ ചെന്നാലും അവളെ ചോദിക്കുന്ന 8ാം ക്ലാസ്സിലാണോന്ന്. ഇപ്പൊ അനിയന് ബുക്ക് വാങ്ങാൻ പോയാലും പറയും കുട്ടിക്ക് ഡ്രസ്സ് വേണ്ടേ, യൂണിഫോം വേണ്ടേ എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥയിലാണ്. അത് ഭാവിയിലെ ഒരു ഫീമെയിൽ മമ്മൂട്ടിയാ. ഫലൂദ കൊടുക്കാല്ലേ? ഫലൂദ കൊടുക്കാൻ കുഴപ്പമില്ലല്ലോ, കൊടുക്കാലോ. അഞ്ജുവിന്റെ ഒരു കഥ പറഞ്ഞ ഫിദയ്ക്ക് നടക്കുന്ന ഒരു ഫലൂദ ഫ്രീ. ഒരു ചോദ്യം കൂടെ, നിങ്ങളുടെ ആരുടെയെങ്കിലും ബർത്ത്ഡേ ഈ മാസം ഉണ്ടോ? ആണോ? ഇത് കൊറേ കേക്ക് പോകും. ഞാനില്ല, സാരി മേടിക്കാന്ന് വിചാരിച്ച് നടന്നു പോയെന്നാ. അമ്പലത്തിൽ നിന്ന് വരുന്ന വഴി അങ്ങനെ പോയി ഒരു സാരി ഭീകര ടൈമിംഗ് ആണ് കേട്ടോ. അപ്പൊ ഞാനൊരു ഡിസ്കൗണ്ട് കൂപ്പൺ, കേക്ക് റീൽസിന്റെ ഒരു കേക്ക് നിങ്ങളോട് പോയി മേടിക്കുകയാണെങ്കിൽ 20% ഡിസ്കൗണ്ട്. പക്ഷെ ഞാൻ ടീച്ചർക്ക് തരില്ല കേട്ടോ. ടീച്ചർ ഇവര് മേടിച്ചു തന്നു. ടീച്ചർ തന്നെ. നിങ്ങൾ 3 പേരും കൂടെ ടീച്ചർക്ക് ഒരു ബർത്ത്ഡേ കേക്ക്. ദിലീപ്. അമ്മയുടെ രാജേശ്വരി. അപ്പോൾ ചോദ്യം എന്ന് പറയുന്നത്, ഇപ്പോൾ പൂക്കട ആയതുകൊണ്ട് പൂക്കളുമായി ബന്ധപ്പെട്ട് ഒരു പൂക്കൾ വരുന്ന ഒരു 4 പാട്ട്. പൂക്കൾ വരുന്ന നാളെ പാട്ട് പൂവായിട്ട്. സൂര്യകാന്തി സൂര്യകാന്തി സ്വപ്നം കാണുവതാരേ ആരേ സ്വപ്നം കാണുവതാരേ. ആഹാ, അമ്മ നന്നായിട്ട് പാട്ട് പാടുന്നുണ്ട് കേട്ടാ. അപ്പൊ ഇനി ബാക്കി 3 പാട്ടും കൂടെ അമ്മ തന്നെ പാടിത്തരാം. അടുത്തൊരു പൂവിന്റെ ഒരു പാട്ട്. മുല്ലപ്പൂമ്പല്ലിലോ കവിളിലോ അല്ലിമല കവിളിലോ ഞാൻ അറിഞ്ഞു ഏതനിയില്ല ഏഴിമല കോവിലെ മലങ്കുറവാ ഏഴിമല കാവിലെ മലങ്കുറവാ. ആഹാ, ഇക്കൊക്കെ പരിപാടി. ഇനി 2 പാട്ട് പാടും. പക്ഷെ നമുക്കൊരു 6 പാട്ട് ചോദിക്കായിരുന്നു. മന്ദാരം തുളസി പിച്ചകമാലകൾ ചാർത്തി ഗുരുവായൂരപ്പ നിന്നെ കണി കാണണം.
അടിപൊളി. ഇനി ഒരു പാട്ട് പാടാം. ഇനി ഒന്നോ രണ്ടോ പാടിയാലും കുഴപ്പമില്ല. പൂക്കളായി ബന്ധപ്പെട്ട് പൂക്കളായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ പാട്ടെന്ന് പറയാനായിട്ട് പെട്ടെന്ന് 3 പാട്ട് പടയെന്ന് പാടി. അത് നന്ദ്യാർവട്ടപ്പൂ ചിരിച്ചു മാറ്റുമാവിൻ്റെ ചോട്ടിൽ, നന്ദ്യാർവട്ടപ്പൂ ചിരിച്ചു മാട്ടുമാവിൻ്റെ ചോട്ടിൽ. ബാക്കി കിട്ടാൻ 4 പാട്ട് പുഷ്പം പോലെ പാടിയിട്ടാ. പാട്ട് പഠിച്ചിട്ടുണ്ടോ? പാട്ട് പഠിച്ചിട്ടില്ല, പാട്ടറിയാം, പാടും ഭക്തിഗാനങ്ങളും മറ്റേ. കേക്ക് സ്പോൺസർ ചെയ്യുന്ന ഒരു സ്ലൈസ് ഓഫ് കേക്ക്